അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു Q&A ആയിട്ടാണ്. അതായത് UAE ജോബിൻ്റെ വീഡിയോൻ്റെ താഴെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ ബനാസിയ. വെൽക്കം ബാക്ക് അവർ ചാനൽ. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. എൻ്റെ ചാനലിൻ്റെ അതേ പേരാണ്. എൻ്റെ പേര് ബനാസിയ എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറേ ആൾക്കാർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ +2 കഴിഞ്ഞിട്ട് MTTC എടുത്തതാണ് കേട്ടോ. അതായത് മോണ്ടിസോറി എടുത്തതാണ്. +2 കഴിഞ്ഞിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറയുക വീട്ടിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ MTTC എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്കൊരു ടീച്ചറാവാം. നിങ്ങൾക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ഞാനിപ്പം കല്യാണം കഴിഞ്ഞില്ലേ, കുട്ടികളായില്ലേ, ഞാൻ എന്ത് ചെയ്യും, നമുക്ക് ഒരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. MTTC പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ജോബ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ജോബ് കിട്ടും. അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലായാലും പ്രൈവറ്റ് സ്കൂളിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് MTTC ആണ്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോബ് ഏതിലാണ് സെർച്ച് ചെയ്യാമെന്ന്. അപ്പം കുറേ ആപ്സ് ഉണ്ട് കേട്ടോ. അതിന് ലിങ്ക്ഡിൻ, ഇൻഡീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആപ്സ് ഉണ്ട്. പിന്നെ അതിൽ സെർച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. കുറേ സൈറ്റ്സ് ഉണ്ട്. പിന്നെ എന്താ വെച്ചെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കുറേ വേക്കൻസീസ് വരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെ കുറേ വേക്കൻസി വരുന്നുണ്ട്. അപ്പം അതിൽ ഇവർ മെയിൽ ID ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനങ്ങനെയാണ് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്ത BEd ഗൾഫിൽ വാലിഡ് ആണോ എന്നാണ്. വാലിഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈനൽ നിങ്ങൾക്ക് ജോബ് കിട്ടിയോ ഇല്ലയോ എന്ന് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടുനോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാച്ച് ലെവൽ 3 ഉള്ളവർക്ക് സാലറി കൂടുതൽ കിട്ടുമെന്ന് പറയുന്നു, അങ്ങനെയാണോ? അതെനിക്കറിയില്ല കേട്ടോ. അതായത് അവിടെ സ്കൂളുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സാലറി കിട്ടുന്നത്, അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ചില സ്കൂളിൽ നല്ല സാലറി കിട്ടും, ചില സ്കൂളിൽ കുറവായിരിക്കും, അങ്ങനെയാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെയാണ് സാലറി കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ക്യാൻ യു ഡു ടീച്ചർ അസിസ്റ്റൻറ്റ് CV ഫോർമാറ്റ് വീഡിയോ? നോക്കാം കേട്ടോ. ഞാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒരാൾ ചോദിച്ചത്, ഹായ്, അവിടെ മോണ്ടിസറിയേക്കാൾ ക്യാച്ച് ലെവൽ 3 ആണ് നഴ്സറിയിൽ ചോദിക്കുന്നത് എന്ന് കേട്ടു, ശരിയാണോ? അതും എനിക്കറിയില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സർട്ടിഫിക്കറ്റ് ഡിഡ് യു അറ്റസ്റ്റഡ്, +2 ഓർ മോണ്ടിസറി? അതായത് നമ്മൾ +2 ആണെങ്കിൽ +2 ആണ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യേണ്ടത്. ഡിഗ്രി അഥവാ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രിയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. +2 അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി അങ്ങനെ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എവിടെയാണ് ചെയ്യേണ്ടത്? ഞാൻ നാട്ടിൽ നിന്നാണ് ചെയ്തിട്ടുണ്ടായത്. അതായത് ഇവിടെ ട്രാവൽസിൽ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ട്രാവൽസിൽ നിന്നാണ് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ മോഫ അറ്റസ്റ്റേഷൻ ചെയ്തത് ഗൾഫിൽ നിന്നാണ്. അപ്പം അത് ഞാനൊരു ടൈപ്പിംഗ് സെൻറ്ററിൽ കൊടുത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ആയിട്ടാണോ മോണ്ടിസോറി പഠിച്ചത്? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന്? ഞാൻ ഓഫ്ലൈനായിട്ടാണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് കാഞ്ഞങ്ങാട് ഒരു അക്ഷര പ്രീ പ്രൈമറി TTC എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ. അതായത് അത് കേരള എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. +2 MTTC ഡിഗ്രി ഇതെല്ലാം അറ്റസ്റ്റ് ചെയ്യണോ? അതൊന്നും അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, അതായത് +2 ആണെങ്കിൽ +2, ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി ചെയ്താൽ മതി, അങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ്. MTTC എവിടെയാണ് പഠിച്ചത്? ഈസി ആണോ ഈ കോഴ്സ് എന്ന്? ഞാൻ MTTC പഠിച്ചത് ഓൾറെഡി പറഞ്ഞു. അതായത് ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയാണ്, ടഫാണോ എന്ന് ചോദിച്ചാൽ ടഫാണ്. അതായത് ഇതിൽ കുറേ നമുക്ക് വർക്കാണ് ചെയ്യാനില്ല കേട്ടോ. പഠിത്തത്തിനേക്കാളും കൂടുതൽ ചെയ്യാനുള്ള വർക്ക്സാണ്. അപ്പം കുറച്ച് ടഫാണ്. കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് അങ്ങോട്ട് എത്തും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് നല്ലോണം കഷ്ടപ്പെടണം കേട്ടോ. ഈ ആൾക്കാർ എൻ്റെ അടുത്ത്
ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവരുടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ നമ്പർ ഞാനവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ പോയിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യമുള്ള കാര്യങ്ങളെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. അതായത് ഞാൻ വായിക്കാട്ടോ കമൻറ്റ്. വെറുതെ എന്തൊക്കെയോ പറഞ്ഞു നീട്ടിക്കൊണ്ട് പോയൊരു വീഡിയോ, പിന്നെ ഇതിൽ കുറച്ച് പുളുവില്ലേ എന്നൊരു ഡൗട്ട്. ഒരു സ്കൂളും നമ്മളെ പിറകെ നടന്ന് ജോലിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കില്ല. പിന്നെ 1 വീക്ക് കൊണ്ട് വരാമെന്ന് പറയുമ്പോൾ 2 വീക്സ് കൊണ്ട് എത്താമെന്നൊക്കെ പറഞ്ഞ് പൊളൈറ്റായിട്ടല്ലേ ഹാൻഡിൽ ചെയ്യുക. ഇതൊക്കെ കുറച്ച് തള്ളാണെന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും. പ്ലീസ് ബി ഹോണസ്റ്റ്. ഇതിന് മറുപടി ഞാൻ എന്താ പറയുക, എനിക്ക് നിങ്ങളെ വിശ്വസിപ്പിക്കണം എന്നൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പം ഇത് ശരിയാണ്, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പിറകെ നടക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഗുണമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.